ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ കാലുറപ്പിച്ച നടനും സംവിധായകനും കാസ്റ്റിംഗ് ഡയറക്ടറുമായ രാജേഷ് മാധവൻ വിവാഹിതനായി. അസോസിയേറ്റ് ഡയറക്ടർ ദീപ്തി കാരാട്ടാണ് വധു. ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ലളിതമായ വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത്. ഇനി സിനിമാ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു വിവാഹ റിസപ്ഷനും ഒരുക്കിയിട്ടുണ്ട്. താലികെട്ട് കഴിഞ്ഞ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വന്ന എല്ലാവർക്കും രാജേഷ് മാധവൻ നന്ദി പറഞ്ഞു. കെട്ടുകഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു, താങ്ക് യു ഗെയ്സ് എന്നായിരുന്നു രാജേഷിൻ്റെ പ്രതികരണം. എന്നാൽ താൻ കേസുകൂടി എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് രാജേഷ് മാധവും ദീപ്തിയും കണ്ടുമുട്ടിയതും സുഹൃത്തുക്കളായതും അത് പ്രണയത്തിലേക്ക് മാറിയതും. ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ രാജേഷ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു പാലക്കാട് സ്വദേശിനിയായ ദീപ്തി കാരാട്ട്. കാസർഗോഡ് കൊളത്തൂർ സ്വദേശിയാണ് രാജേഷ് മാധവ്. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയ്ക്ക് ശേഷമാണ് രാജേഷ് മാധവ് പ്രണയത്തിലാണ് എന്ന വാർത്ത വന്നത്. ആ ചിത്രത്തിലെ നായികയാണ് വധു എന്ന് ആദ്യം എല്ലാവരും തെറ്റിദ്ധരിച്ചു. എന്നാൽ പിന്നീട് ദീപ്തിയെ രാജേഷ് തന്നെ സിനിമാ പ്രൊമോഷനിടയിൽ പരിചയപ്പെടുത്തുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹ നിശ്ചയത്തിൻ്റെ വിശേഷവും സോഷ്യൽ മീഡിയയിലൂടെ ദീപ്തിയും രാജേഷും പങ്കുവച്ചിരുന്നു. ടെലിവിഷൻ ലോകത്താണ് രാജേഷ് മാധവൻ്റെ തുടക്കം. പ്രൊഡക്ഷൻ കൺട്രോളറായി സിനിമയിലേക്ക് വന്ന രാജേഷ് മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെ അപ്രതീക്ഷിതമായി അഭിനയത്തിലേക്ക് എത്തി. കനകം, കാമിനി, കലഹം, എന്നാ താൻ കേസുകൊട് എന്നിങ്ങനെയുള്ള സിനിമകളിൽ ചെറിയ ചെറിയ വേഷമാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടു. ഗർ എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ ചെയ്തത്. നടൻ എന്നതിനപ്പുറം സിനിമ ഇൻഡസ്ട്രിയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന നിലയിലേക്കാണ് രാജേഷ് മാധവൻ പേര് നേടിയത്. ദേശീയ പുരസ്കാരം നേടിയ തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു രാജേഷ്. കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കൂട്ടുകാരൻ്റെ റോളിൽ രാജേഷ് തിളക്കമാർന്ന അഭിനയം കാഴ്ചവെച്ചു. പെണ്ണും പൊറാട്ടും എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് രാജേഷ് സംവിധാന ലോകത്തേക്ക് എത്തിയത്. ഈ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടറാണ് ദീപ്തി കാരാട്ട്. ഈ സിനിമയുടെ എല്ലാ ജോലികളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയുള്ള വരും കാലങ്ങളിൽ സംവിധാനവും സിനിമാ അഭിനയവും ധാരാളം അവസരങ്ങളും രാജേഷ് മാധവനും ദീപ്തി കാരാട്ടിനും ലഭിക്കട്ടെ എന്ന് GPS മീഡിയ ആശംസിക്കുന്നതോടൊപ്പം സർവ്വ വിവാഹ മംഗളാശംസകളും രണ്ടുപേർക്കും ആത്മാർത്ഥമായി നേരുകയും ചെയ്യുന്നു.